മലപ്പുറത്തേക്കാണ്. മലപ്പുറം കുട്ടിപ്പാറയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം പ്രദേശവാസികൾക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സമീപത്തെ വീടുകളിൽ വിള്ളൽ വീഴുന്നത് മൂലം വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. പ്രശ്നപരിഹാരം തേടി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ സുന്ദരമായ ഗ്രാമമാണ് എലമ്പ്ര. ഇവിടെ ഈ കോറി പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഈ നാട്ടുകാരുടെ സമാധാനവും ഉറക്കവും നഷ്ടപ്പെട്ടു തുടങ്ങിയത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഏറനാട് താലൂക്കിൽ കുട്ടിപ്പാറയിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് നേരത്തെ ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചതാണ്. എന്നാൽ വീണ്ടും ആരംഭിച്ചു. നിയമവ്യവസ്ഥകൾ പാലിക്കാതെയാണ് പ്രവർത്തനമെന്നാണ് നാട്ടുകാർ നൽകിയ പരാതിയിലുള്ളത്. ഒരു 11 മണി 12 ആ ഒരു സമയത്തൊക്കെയാണ് പൊട്ടൽ. ഇവിടെ സേറും മുഴങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര പൊട്ടലാണ്. അപ്പം ഞങ്ങൾ അയാളോട് സംസാരിച്ചിട്ട് അയാൾ അതൊന്നും ഒരു മൈൻഡില്ലാതെ കൂടുതൽ പൊട്ടിച്ച. അപ്പോൾ ഒരു 2 ദിവസം ഇങ്ങനെ ഒരു ചെറിയൊരു കുറവായിട്ട് തോന്നിയിനി. പക്ഷേ പിന്നെ ഇപ്പോഴും വീണ്ടും കൂടുതലായിട്ട് പൊട്ടൽ. ഇവിടെയൊക്കെ ഈ ജനൽ കുലുങ്ങുക, വാതിൽ കുലുങ്ങുന്നുണ്ട്, പാത്രങ്ങൾ വെക്കുന്ന കുലുങ്ങുന്നുണ്ട്. ക്വാറിയുടെ പ്രവർത്തനം മൂലമുള്ള പ്രശ്നങ്ങൾ അസഹ്യമായതോടെയാണ് വീണ്ടും പരാതിയുമായി നാട്ടുകാർ അധികൃതരെ സമീപിച്ചത്. വീടുകൾക്ക് സംഭവിച്ച കേടുപാടുകളുടെ 125 ഫോട്ടോയും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഒരു 2-3 വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പാറ പൊട്ടി, കല്ല് വിരൽ, പുക, റബ്ബറൈസർ മിക്സിങ്ങിൻ്റെ സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ്. അത് ടാർ മിക്സിങ്ങിൻ്റെ അലർജി പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മൊത്തത്തിൽ. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ജനകീയ സമിതി രൂപീകരിച്ച് കലക്ടർ, വില്ലേജ് മുതൽ തുടങ്ങി ലാസ്റ്റ് കലക്ടർ വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള ഒരു റെസ്പെക്റ്റും റെസ്പോൺസും കിട്ടിയിട്ടില്ല ഇതുവരെ. വീടിന്റെ മുറ്റത്ത് വരെ കരിങ്കൽ കഷ്ണം തെറിച്ചെത്തിയിട്ടുണ്ട്. ഉടമയോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭീഷണിയുടെ സ്വരമെന്ന് നാട്ടുകാർ. ഇതുകൊണ്ട് ഞങ്ങൾ 4 മക്കളും ഞാനും ഭാര്യ ഞങ്ങൾക്കുണ്ട്. ഒരു 10-20 വർഷത്തോളമായി ഇവിടെ തുടങ്ങിയിട്ട്. അന്നേ മുതൽ തന്നെ ശല്യമുണ്ട്. പക്ഷെ അന്നൊക്കെ ചെറിയ പരിപാടിയാണോ, കൈക്കുച്ചടിച്ച് പരിപാടിയാണോ. ഇപ്പോൾ സാധാരണ ഇവിടേക്ക് കല്ല് വരലുണ്ട്. ഭാര്യൻ്റെ വേക്കക്ക് ഇവിടെ പുറത്ത് കല്ല് വന്ന് ഓനോട് എന്ത് പറഞ്ഞാലും ഒന്ന് ചെറിച്ചും പോവും, പിറ്റിന് സ്ട്രോങ് ആവും. പിന്നെ ലാസ്റ്റ് പിന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞു കോറി ഞാൻ നിർത്താൻ കരുതിയില്ല, അതിനെ കൊണ്ട് കഴിച്ചോണ്ട് നോക്കിയെന്ന് പറഞ്ഞു. ഒരു ക്വാറിയുടെ പ്രവർത്തനത്തോട് ഈ നാട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ നേരവും കാലവും നോക്കാതെയുള്ള പ്രവർത്തനത്തെയാണ് എതിർക്കുന്നത്. മനുഷ്യരുടെ ആരോഗ്യം പരിഗണിക്കാതെയുള്ള പ്രവർത്തനത്തെയാണ് എതിർക്കുന്നത്. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അതെ, ആ പ്രദേശത്തുകാർക്ക് ക്വാറിയുടെ പ്രവർത്തനത്തിലല്ല, അത് പ്രവർത്തിക്കുന്ന രീതിയിലാണ് പ്രശ്നം. അത് നിയമപരമായാണോ അല്ല അതിനപ്പുറത്തേക്കുള്ള ക്വാറിയും ഖനനമാണോ നടക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് മറുപടികളില്ല. മാത്രമല്ല, ഈ ക്വാറി ഉടമയുടെ വിഷയം പറയുമ്പോൾ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ് മറുപടിയിൽ. കാണാം കൂടുതൽ പ്രതികരണം. ക്വാറി കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേറെ എവിടെയും ബാക്കിയൊന്നുമില്ല. എല്ലായിടത്തും കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പ്രയോജനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി കയറി തടുക്കേണ്ടി വരും, അല്ലാതെ ഒരു നിവൃത്തിയൊന്നും ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളൊരു അഭിപ്രായമില്ല. ആരോടെന്ന് പറഞ്ഞാലും ഒരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഒരു പ്രതികരണം അതുകൊണ്ട് ആരോടും കിട്ടണില്ല. പിന്നെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഫുള്ള് പുകയാണ്, കുട മൂടിയിട്ട് നല്ല സ്മെല്ല്. ഇതിൽ നടക്കുന്ന ആളുകളിൽ വരെ ഇപ്പോൾ രാവിലെ നടക്കുന്നില്ല. അത്രയും പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുപോലെ പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഞാൻ അതിന് ഒരുങ്ങി നിൽക്കുക തന്നെയാണ്. എന്താ വെച്ചാൽ തടുക്കുകയാണെങ്കിൽ തടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എന്തായാലും അനുമതി പോലെ തരൂല. ഉള്ളിലേക്ക് കയറാൻ കഴിയുമ്പോൾ ഫുള്ള് മറച്ച് വെച്ചേക്കാണ്. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിലിപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ തന്നെ തീരുമാനമാക്കാൻ നോക്കട്ടെ. ഞങ്ങൾ പരാതികൾ ഞങ്ങൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്.
പരാതി പറഞ്ഞിട്ടും അതിൽ നടപടിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടവർ അവർ അനങ്ങുന്നില്ല എന്നതാണ് ആ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.